ചായ എന്നാ ഉണ്ട്? എടാ എണീച്ചില്ലായോ? ആ എണീറ്റു. എന്നാ നിന്റെ ശബ്ദത്തിനൊക്കെ എന്നാ പറ്റിയടാ പോയി? അത് ഇന്നലെ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി ചായ. എൻ്റെ എവിടെയാടാ പോയി? നിന്നെ കുറിച്ചൊരു അറിവില്ലല്ലോ. കൊച്ചി തന്നെയാണോ? എൻ്റെ കൊച്ചിയിലല്ലാതെ ഞാൻ വേറെ എവിടെ പോകാനാ? ആ പിന്നെ ജോണിക്കുട്ടോ, നിന്റെ ഈ അഞ്ചും ചിപ്പിയൊക്കെ എന്നാ പറയുന്നടാ പോയി? ഓ അഞ്ചും മഞ്ചും ഒക്കെ പോയി ചായ. ഇപ്പൊ ക്ലാരയാ. ആഹാ, ചീറം പേരാണല്ലോടാ പോയി, ക്ലാര. പിന്നെ കുഞ്ഞേച്ചി എന്നാ പറയുന്നു? ഓ, അവൾക്ക് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ 6-ാം മാസം അല്ലയോ? ശേ, അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അതെങ്ങനാ വിശേഷം അറിയാം? ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടായോ? എടാ ഞാൻ വിളിച്ചതേ, കുഞ്ഞേച്ചിക്ക് ഇപ്പോൾ ഡെലിവറി എടുത്ത് വരുമല്ലോ. അപ്പോൾ അവൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു, അവൾക്കൊരു മുട്ടായി തിന്നണമെന്ന്. എന്ത് മിഠായാ? എടാ നമ്മൾ ഈ പണ്ട് സ്കൂളിലും പള്ളിപ്പെരുന്നാളൊക്കെ പോകുമ്പോൾ കിട്ടത്തില്ലായോ ഈ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും എന്നതാ കളർ മിഠായി? എനിക്ക് സംഭവം പിടികിട്ടി. നമ്മളെന്തോരം കഴിച്ചേക്കുന്ന ചെറുതില്. അവക്കിപ്പോൾ അവരെണ്ണം തിന്നാ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ ഈ നാട് മൊത്തം നടന്നിട്ട് സാധനം കിട്ടാനില്ലടാ പോയി. ഈ കൊറോണയും കോപ്പും കാരണം ഉത്സവം പള്ളിപ്പെരുന്നാളും ഒന്നും ഇല്ലല്ലോ. ആ പിന്നെ നീ ടൗണിൽ തന്നെ അല്ലായോ, സാധനം കിട്ടുമെന്ന് നോക്ക്. ഞാൻ നോക്കിയേച്ചും പറയാ ചായ. എന്നാൽ പിന്നെ ശരിയടാവേ, നിനക്ക് ഓഫീസിലൊക്കെ പോകണ്ടല്ലോ, ചായയൊക്കെ. ആ നീ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ലല്ലോ. എടാ സാധനം കിട്ടുവാണോ ഒന്ന് വിളിച്ചേക്കണേ. ശരി ചായ. ശരിയടാവേ. ആ എടാ ഒരു മിനിറ്റ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. തനിക്ക് വേണമെങ്കിൽ താൻ പോയി കുടിച്ചിട്ട് വാടോ. നീയും കൂടെ വാ, എന്നാ ഞാൻ കുടിക്കാം. ആ ഞാൻ വന്ന് നീ കുടിച്ച പോലെ തന്നെ. ബാ കയറി പോ. എന്തൊരു മനുഷ്യനാ, ചായ പോലും കുടിക്കത്തില്ലേ? കേറടോ. എടാവേ ഇതേ സണ്ണിച്ചായം വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഒഴിവാക്കാനാ. നീ എന്നാന്ന് വെച്ചാ പറ. ഹലോ അനിച്ചാ, എന്നാ ഉണ്ട്? അതെ ഞാൻ മറ്റേ സംഭവം തിരക്കിയായിരുന്നു കേട്ടോ, പക്ഷെ കിട്ടിയില്ല. എടാ ജോണിക്കുട്ടി, അതിന് നോക്കണ്ട, അത് പറയാനാ ഇപ്പം ഞാൻ വിളിച്ചേ. സാധനം കിട്ടി. കിട്ടിയായിരുന്നോ? എവിടെന്നാ? നമ്മുടെ നർക്കരയിലെ ജോർജ് ചേട്ടൻ ചക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അവൻ സാധനം റെഡിയാക്കി. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേ, നിനക്ക് എന്നാ പെണ്ണ് കിട്ടിയപ്പോ ഭ്രാന്തായോ? അല്ല ഒരു മുട്ടായിരം പറയാ ഇങ്ങനെ കിടന്ന് ഓർന്നോണ്ട് ചോദിച്ചതാ. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അറിയാൻ പറ്റില്ലാത്തോണ്ട് ചോദിച്ചതാ. എടാ ജോണിക്കുട്ടി, അത് മനസ്സിലാക്കണേല് മോനിങ്ങനെ തേൻ കുടിക്കും പരാഗണമെന്നൊക്കെ നടക്കാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കാൻ നോക്കി. എന്നിട്ട് അവളെ തന്നെ മനസ്സറിഞ്ഞങ്ങ് സ്നേഹിക്കുക. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേട് എന്താന്നൊക്കെ അന്വേഷിക്കുക. ചിലപ്പോൾ ഇച്ഛായം പറഞ്ഞ മാതിരിക്ക് ഒരു കളർ മിഠായിയോ ഒരു ചായയോ ഒക്കെ ആയിരിക്കടാ പോയി. അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ ഓടുമ്പോൾ ഒരു സുഖം, അത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്നൊരു ചിരിയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാടാ പോയി. ജോണിക്കുട്ടി, നീ ഒരു കല്യാണമൊക്കെ കഴിക്കുക, അപ്പോൾ എനിക്ക് ഇച്ചായം പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവും. എന്നാൽ പിന്നെ വെച്ചക്കരടാ പോയി, നേരം പോലെ നീ വഴിക്കൊക്കെ ഒന്ന് വാ. ചേച്ചീനെയൊക്കെ ഒന്ന് കണ്ടേച്ചും പോവാലോ. ആ ശരിയെന്നാ. സണ്ണിച്ചായ എന്നാ പറഞ്ഞാടാവേ? അയാൾക്ക് ഭ്രാന്താ. നീ ഇത് കഴി. ശരിയാ, സണ്ണിച്ചന് ഭ്രാന്ത. ഇതൊക്കെ തന്നെയല്ലേ സ്നേഹം എന്ന് പറയുന്നത്.